ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നതേ ഏത് സമയത്തും ഏത് പ്രായക്കാർക്കും എപ്പോൾ കൊടുത്താലും ഇവൻ വയറ് നിറഞ്ഞിരിക്കുവാണെങ്കിൽ പോലും പിന്നെയും പിന്നെയും കൊടുത്താൽ കഴിക്കുന്ന എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഒരു 3-4 ഐറ്റംസ് അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും, എളുപ്പം ഉണ്ടാക്കാൻ പറ്റും, ആർക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ക്യാരമൽ പുഡിങ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ക്യാരമലൈസ് ചെയ്യണം ഷുഗർ. അതിനു വേണ്ടി 1 കപ്പ് പഞ്ചസാര ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ടു. എന്നിട്ട് അതിലോട്ട് 1/2 കപ്പ് വെള്ളം അതും കൂടെ ഒഴിച്ചു. രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണേ. ഇത് മുഴുവൻ അലിഞ്ഞിട്ടൊന്നുമില്ല, അത് ഓക്കെ. ഇതനെയും അടുപ്പിലേക്ക് മാറ്റാം. പഞ്ചസാര കലക്കി വെച്ച് വെള്ളം അതിൽ ഒഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഇളക്കരുത്. ഇനിമ ഇത് തന്നെ അവിടെ നിന്ന് മെൽറ്റായി നല്ല ഡാർക്ക് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് നോക്കിയാൽ മതി. ഇതൊരു 10 മിനിറ്റോളം എടുക്കും. ഇതിപ്പോൾ ഇളക്കാതെ അവിടെ വെക്കണേ. ഇളക്കി കഴിഞ്ഞ് തീ കുറച്ച് വെക്കരുത്. തീ കുറച്ച് വെച്ചാൽ ഇത് ക്രിസ്റ്റലായി പോവും. തീ കൂട്ടി കഴിഞ്ഞാൽ ഇത് ബേണായി പോവും. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് ഇളക്കുകയും ചെയ്യരുത്. ഓക്കെ, ഒരു 5-8 മിനിറ്റ് ആകുമ്പോൾ നോക്കാം. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്, തിള വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ തിളക്കിയിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് ബബിൾസ് വരുന്നുണ്ട് ഇപ്പോൾ ഇതിൽ. പക്ഷേ ഇത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഇളക്കണ്ട, ഒന്നും ചെയ്യണ്ട, ഇങ്ങനെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് കാണാമല്ലോ, ഇതിപ്പോൾ നന്നായിട്ട് ബബിൾ ചെയ്യുന്നത്. വെള്ളമൊക്കെ കുറേ പറ്റിയിട്ടുണ്ട്. ഞാനത് വെച്ചതുപോലെ ഇരിക്കുക. ഞാൻ ഒട്ടും ഇളക്കിയിട്ടൊന്നുമില്ല, പാത്രത്തെ തൊട്ടിട്ടേ ഇല്ല. അത് അവിടെ ഇരുന്ന് കളറ് മാറുമ്പം ഇളക്കാം. അതുവരെ അവിടെ അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ക്യാരമൽ ഐസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഷുഗർ. ആ സമയം കൊണ്ട് മുട്ട ഇതിലോട്ട് പൊട്ടിച്ചൊഴിക്കാം. ഇതൊരു 8 മുട്ടയുണ്ട്. ഞാനൊരു 6 ഗ്ലാസ് പാലിൻ്റെ കണക്കാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് 3 ഗ്ലാസ് പാൽ മതിയെങ്കിൽ 4 മുട്ട എടുത്താൽ മതി. വീട്ടിൽ ഏറ്റവും അധികം ചിലവാകുന്ന സാധനമാണിത്. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഏറെ ഉണ്ടാക്കുന്നത്. അന്നേരം മുട്ട ഇങ്ങനെ നമ്മൾ വേറെ വിസ്ക് ഒന്നും എടുക്കണ്ട, ഫോർക്കും കൊണ്ടൊന്ന് ഹീറ്റ് ചെയ്തെടുത്താൽ മതി. ആർക്കും ഉണ്ടാക്കാൻ പറ്റും, കൊച്ചു പിള്ളേർക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ ക്യാരമൽ പുഡിങ് എന്ന് പറയുന്ന സാധനം. ഇത് കാണാമല്ലോ നിങ്ങൾക്കിപ്പോൾ. ഒരു സൈഡിൽ നിന്ന് കളർ മാറിയത്. എനിക്കൊന്ന് ആ സൈഡിൽ തീ കൂടുതലായിരുന്നു, അതുകൊണ്ടാണ് ആ സൈഡിൽ നിന്ന് ഞാനൊന്ന് ചരിച്ച് വെക്കുക. അപ്പം ഇങ്ങനെ സൈഡിലോട്ടും കൂടെ ഞാൻ പാത്രം സ്റ്റോവിൻ്റെ സെൻറ്ററിലല്ല വെച്ചിരുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് ആ സൈഡ് എളുപ്പം കരിഞ്ഞു തുടങ്ങി. കരിഞ്ഞെന്നല്ല, കളർ മാറി തുടങ്ങി. ഈ മോൾഡിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടി ഒരു നുള്ള് ഓയിൽ, ഏതെങ്കിലും ന്യൂട്രൽ ഓയിൽ, ഫ്ലേവർ ഒന്നും ഇല്ലാത്ത ഓയിൽ ഇച്ചിരി അതിൻ്റെ തടവി കൊടുക്കാം. ഞാൻ ബട്ടറല്ല, ഓയിൽ, വെജിറ്റബിൾ ഓയിലാണ് ഞാൻ തടവിയത്. അതിൻ്റെ അകത്ത് ഒരുപാട് എണ്ണയൊന്നും കോരി ഒഴിക്കരുത്. ഞാൻ ഒരു തുള്ളി എൻ്റെ കയ്യിലൊന്ന് തൂത്തേച്ച് അതിൻ്റെ അകത്ത് തൂക്കുമായിരുന്നു. ഇപ്പം എടുക്കാൻ നമുക്ക് എളുപ്പം, പെട്ടെന്ന് ഇളകി വീഴും. അതുകൊണ്ട് ചെയ്തതേ ഉള്ളേ. കളറി മാറി വരുന്നത് കാണാമല്ലോ. ഞാൻ ഈ സമയത്ത് ഇങ്ങനെ ഒന്ന് ഇളക്കുകയാണ്. സ്പൂണൊന്നും ഇട്ടില്ല, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി മീഡിയം ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ്. സ്റ്റില് ഇച്ചിരിയും കൂടെ ആവണം, എന്നാൽ കരിഞ്ഞു പോകാനും പാടില്ല. ഈ കളറാണ് എനിക്ക് വേണ്ടത്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു. എന്നിട്ട് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കാൻ പോവാണ്, പച്ചവെള്ളം. അപ്പോൾ പിന്നെ കുക്കിംഗ് നടക്കത്തില്ല, കുക്കിംഗ് സ്റ്റോപ്പ് ആയിക്കോളും. വളരെ സ്ലോലി ഒഴിക്കണം. വെള്ളം തെറിക്കും. ഞാൻ അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിക്കും. ഇത് ചൂടോടെ തന്നെ മോൾഡിലേക്ക് മാറ്റാൻ പോവാണ്. ഞാൻ മോൾഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് തണുപ്പിക്കാനുള്ളത്. അതിലേക്ക് ഒഴിക്കാൻ പോകും. ഇത് ഞാൻ ഇങ്ങനെ ഒന്ന് ചുറ്റിക്കുവാണേ. ചുറ്റി എല്ലായിടത്തും കൂടെ ആക്കി വെച്ചു. എന്നിട്ട് ബാക്കിയുള്ളത് കുറച്ചും കൂടെ ബാക്കിയുള്ളൂ ഞാൻ ഇങ്ങനത്തെ ഒരു ഡിഷിലേക്ക് അങ്ങ് ഒഴിക്കാം. അതിൽ ബാക്കി ഒഴിച്ച് വെച്ചു. ഇതിനി ഫ്രീസ് ചെയ്യാൻ പോവാണേ. ഇതൊരു 15 മിനിറ്റ് കൊണ്ടുപോയി ഫ്രീസറിൽ വെക്കും. ഇല്ലെന്നുണ്ട് ഫ്രിഡ്ജിൽ ഒരു അര-മുക്കാൽ മണിക്കൂർ വെച്ചാൽ മതി. ഇത് നന്നായിട്ട് തണുത്ത് കട്ടിയാവണം. തണുക്കുമല്ല, ഇത് നന്നായിട്ട് കട്ടിയായതിന് ശേഷം മാത്രമേ നമ്മുടെ പാല് തിളപ്പിക്കുന്ന ഒഴിക്കത്തുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് കട്ടിയായതിന് ശേഷം എടുത്തുകൊണ്ട് വരാം. ഞാൻ ഫ്രീസറിലോട്ട് അങ്ങ് എളുപ്പം വെക്കുവേ. 15 മിനിറ്റ് വെച്ചാൽ മുട്ടയാണ് നമ്മൾ ഫോർക്ക് വെച്ചൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചു. ഇനി പാല് വേണം. പാല് ഞാൻ 3 ഗ്ലാസ് പാല്. അതിന് ശേഷം ഇത് കണ്ടോ, ഇതാണ് എടുത്തത്, ഹാഫ്. ഇതിൽ ക്രീമും കൂടെ ഉണ്ടല്ലോ, ഹാഫ് ക്രീമും കൂടെ ഉള്ളതുകൊണ്ട് അത് ഇച്ചിരിയും കൂടെ നല്ല ടേസ്റ്റ് കിട്ടും. കുറച്ചും കൂടെ മൊത്തം പാലെടുക്കുന്നതിനേക്കാട്ടിലും നല്ലത് കുറച്ച് ക്രീമും കൂടി എടുക്കുന്നതാണ്. അതുകൊണ്ട് ഇതും ഞാൻ എടുത്തിട്ടുണ്ട് 3 ഗ്ലാസ്. അപ്പം പകുതി എടുത്തേ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതല്ലെങ്കിൽ 3 ഗ്ലാസ് പാലും
ഈ വിപ്പിംഗ് ക്രീമിന്റെ 3 ഗ്ലാസും കൂടി എടുത്താലും മതി, എങ്ങനെയായാലും മതി. പാല് തന്നെ എടുക്കുന്നതിലും നല്ലത് ക്രീമും കൂടി ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതും 3 ഗ്ലാസ് ഉണ്ട്, മൊത്തം 6 ഗ്ലാസ് ആണ്. കണ്ടില്ലേ, ഗ്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് കാണാമല്ലോ ക്രീം എടുത്തതിൻ്റെത് കുറച്ചും കൂടെ കട്ടി കിട്ടും, തിക്നെസ് ഉണ്ടാവും. എന്നാൽ പാലെടുത്ത ഗ്ലാസ് ഉണ്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ക്രീമും പാലും പകുതി എടുത്തത്. ഇത് ഇനി അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. തിളപ്പിക്കേണ്ട ആവശ്യമില്ല, നല്ലപോലെ ചൂടായാൽ മതി. ഒരു നുള്ളു ഉപ്പും കൂടെ ആഡ് ചെയ്യുമ്പോൾ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി ഉപ്പ് ആഡ് ചെയ്തു. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര എന്നിട്ട് ഇളക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യണം. എന്നിട്ട് ഇത് നമ്മുടെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ്ചർ ഉണ്ടല്ലോ, മുട്ട, അപ്പോൾ അതിലേക്ക് ഒഴിക്കാൻ പോവാം. കുറേശ്ശെ ഇതിലേക്ക് തിളപ്പിച്ച പാല് ക്രീമും കൂടെ ഉള്ളത് ഒഴിച്ച് ഇളക്കാൻ പോവാണ്. ഇതൊക്കെ സ്ലോലി ഒഴിച്ചിട്ട് ഇളക്കാം. ഇതിലോട്ട് വെനില എസൻസ് ഒഴിക്കാൻ പോവാണ്. 2 ടേബിൾ സ്പൂൺ ഉണ്ട്, ഇതും കൂടി ഒഴിക്കുക. നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇത് അരിച്ചെടുക്കാം. അപ്പം അരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, പക്ഷെ ഞാൻ അരിച്ചെടുക്കാൻ പോവാണ്. അപ്പം ഇങ്ങനെ മുട്ടയുടെ വെള്ളമൊക്കെ കിടക്കുന്നില്ലേ, അതൊക്കെ ആണെങ്കിൽ പോയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടും. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഉള്ളതും കൂടെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനിങ്ങനെ ചെയ്യാണ്, അപ്പം ബാക്കിയുടെ ഉള്ളത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീണോളൂ. ഇതിപ്പോൾ അരിച്ചെടുത്തു, ആ നല്ല ബബിൾസ് ഒന്നുമില്ല, അരിച്ച് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മോൾഡ്സിലേക്ക് മാറ്റാൻ പോവാണ്. അതിപ്പോൾ തണുത്തിട്ടുണ്ടാവും, ഫ്രീസറിലാണ് വെച്ചിരുന്നത് 15 മിനിറ്റ്സ്. അപ്പോൾ അത് എടുത്തുകൊണ്ട് വരാം. കട്ടിയായിട്ടുണ്ട് നല്ലതായിട്ട്, കണ്ടല്ലോ, നിങ്ങൾക്ക് തൊടുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിലേക്ക് പാല് മുട്ടയും കൂടെ ഉള്ളത് മിക്സ്ചർ ഒഴിക്കാൻ പോവാം. അതിലേക്ക് ബാക്കിയുള്ളത് ഒഴിച്ചു വെച്ചു. ട്രേയിലും കൂടി ഒഴിക്കുന്നുണ്ടായിരുന്നു. 275 ഡിഗ്രി ഫാരൻഹൈറ്റിൽ 1 മണിക്കൂർ ബേക്ക് ചെയ്യാണ്. ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്, ഡയറക്റ്റ് അല്ല. അപ്പോൾ ഞാൻ ഈ ട്രേക്ക് അതുകൊണ്ട് ഗ്ലാസ് ട്രേയിൽ വെച്ചിരിക്കുന്നത്, ഗ്ലാസ് ഡിഷിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കാൻ പോവാം. ചെറിയ ചൂടുവെള്ളം ഒഴിക്കുന്നത്, തിളച്ച വെള്ളമൊന്നുമല്ല. എന്നിട്ട് അവൻ്റെ അകത്ത് ഇരുന്നത് തിളച്ചോളുമല്ലോ. അപ്പോൾ 1 hour വയ്ക്കും 275 ഡിഗ്രി ഫാരൻഹൈറ്റിൽ. അപ്പോൾ നിങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ അവൻ്റെ ടെമ്പറേച്ചർ വേരി ചെയ്യും, ഡിഫറെൻ്റ് ആയിരിക്കും. അത് നോക്കിയിട്ട് വെക്കണം. സോ അപ്പോൾ അത് വെച്ചിട്ട് റെഡി ആയിട്ട് എടുത്തുകൊണ്ട് വരാം. അതുപോലെ ഞാൻ സ്റ്റീമറിലും വെക്കുന്നുണ്ട്. ഒരു ട്രേയിൽ അത് ഞാൻ സ്റ്റീം ചെയ്ത് എടുക്കുന്നുണ്ട്. 2 രീതിയിലും കാണിക്കാം. ഒന്ന് അവൻ്റെ അകത്ത് ബേക്ക് ചെയ്യാം, മറ്റൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇവിടെ ഇതിൽ വെള്ളം ഒഴിക്കുകയാണ്. ഒരു 1/2 പാർട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇനി ഇതുകൊണ്ട് അവനിൽ വെച്ച് റെഡിയാക്കി എടുത്തുകൊണ്ട് വരാം. ഒരെണ്ണം സ്റ്റീം ചെയ്തെടുക്കാമെന്ന് വെച്ചിട്ട് അവൻ്റെ അകത്ത് വെച്ച് കുറച്ച് ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ മേളിലേക്ക് ഇച്ചിരി ഫോയിൽ പേപ്പർ ഇടുകയാണ്, വെള്ളം ഡയറക്റ്റ് അങ്ങോട്ട് വീഴാതിരിക്കാൻ വേണ്ടി. ഫോയിൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ അടച്ച് വെച്ചിട്ട് ഇതൊരു 45 മിനിറ്റ്സ് ഞാൻ വെക്കും. തീ ആണെങ്കിൽ മീഡിയം ലോയിലാണ് വെക്കുന്നത്. കഴിഞ്ഞു, അടുത്ത് സ്റ്റവ് ഓഫ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ പുറത്ത് വെള്ളം കിടക്കുന്നതുണ്ട്, അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനാണ് ഞാൻ ഈ ഫോയിൽ ഇട്ടത്. കണ്ടോ, അല്ലെങ്കിൽ ഇത് ഡയറക്റ്റ് അതിൽ വീണേന്. ഇത് ബേക്ക് ആയിട്ടുണ്ട്. ഞാൻ ഇതിനെ കിട്ടി നോക്കിയിട്ടുണ്ടായിരുന്നേ, പറ്റുന്നൊന്നുമില്ല. കണ്ടില്ലേ, ബേക്ക് ആയി 45 മിനിറ്റ്സ് കഴിഞ്ഞപ്പം. അപ്പോൾ ഇതിനെ തണുക്കാൻ വെച്ചിട്ട് എടുക്കാം. ഈ സ്പാറ്റില വെച്ച് നേരം കൊണ്ടു ഇത് ജസ്റ്റ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കാരമൽ പുഡിംഗ് റെഡിയായി. ഇതൊരു ഈസി മേക്കിംഗ് റെസിപ്പിയാണ്, അതുകൊണ്ട് തന്നെ വളരെ പോപ്പുലർ ഡെസേർട്ടാണ്. ഇത് ആർക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നതാണ്. 3 ഇൻഗ്രീഡിയൻസ് മാത്രമല്ലേ ഉപയോഗിച്ചിട്ടുള്ളൂ. വീട്ടിലുള്ള പാലും മുട്ടയും ഷുഗറും മാത്രം. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇതിൻ്റെ ടെക്സ്ചർ കണ്ടോ, സോ ക്രീം ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, ഡബിൾ ടേസ്റ്റിയാണിത്. നിങ്ങൾക്ക് ഞാൻ കോരുമ്പോൾ സ്കൂപ്പ് ചെയ്യുമ്പോഴേ കാണാൻ പറ്റുമല്ലോ. സോ ടേസ്റ്റിയാണ്. വളരെ സ്മൂത്തായിട്ടുള്ള കസ്റ്റർഡിൽ റിച്ച് കാരമൽ സോസൊക്കെ ആയിട്ട് കഴിക്കുമ്പോണ്ടല്ലോ വായിലിട്ട് ഇത് മെൽറ്റായി പോകും. ഈ കാരമൽ സോസിന് ഒരു സ്മോക്കി ഫ്ലേവർ ഉണ്ട്, അതുകൊണ്ട് ഈ ക്രീമിനെസ് ഒരു പെർഫെക്റ്റ് ബാലൻസ് ആണ്. അപ്പോൾ വളരെ കംഫർട്ടിംഗ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു. നോൺ സ്റ്റോപ്പായിട്ട് ഇത് കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്ന നല്ലൊരു പുഡിങ്ങാണിത്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടല്ലോ, ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഉണ്ടാക്കിയിട്ട് എങ്ങനെ വന്നു എന്ന് പറയണം. ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം. ചിൽഡ്രൻ, ബൈ.